നമസ്കാരം. വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. 2026 മാർച്ച് 15 വെളുപ്പിന് 1:04 AM സൂര്യൻ മീനരാശിയിലേക്ക് മാറുന്നു. അപ്പോൾ 3 രാശിക്കാരെയാണ് ഞാൻ തിരഞ്ഞെടുത്തേക്കുന്നത്. മറ്റ് രാശിക്കാർക്കും ചെറിയ നേട്ടങ്ങളൊക്കെ ഉണ്ട്, ശരി. പക്ഷേ പ്രധാനമായിട്ടും ഏറ്റവും കൂടുതൽ നേട്ടം ഉണ്ടാകുന്ന 3 രാശിക്കാരെക്കുറിച്ചാണ് ഇതിൽ പറയുന്നത്. അവിടെ സൂര്യൻ രാശി മാറുമ്പോൾ ആദ്യത്തെ കാലഘട്ടത്തിൽ ശുക്രനുണ്ട്, 26 മറ്റോ മാറുന്നുണ്ട് ശുക്രൻ. പിന്നെ ശനി മുഴുവൻ മാസവും, മീനമാസം മുഴുവൻ സൂര്യനോടൊപ്പം നിൽക്കുന്നു. അപ്പോൾ സൂര്യനും ശനിയും ശത്രുക്കളാണ്. ഇമ്മിണി പ്രശ്നമാണ്. കാര്യം ഇപ്പം തന്നെ ലോകം മുഴുവൻ സംഘർഷമാണ്. സംഘർഷമല്ല, നല്ല ഏറ്റവും യുദ്ധം നടക്കുകയാണ് ഓക്കെ. അപ്പോൾ ഇതിൻ്റെ കൂടെ ഇനി നമ്മുടെ ചൊവ്വയും കയറി വരുന്നുണ്ട്. അത് ഏപ്രിൽ 2-നാണ്. എന്തായാലും അതൊക്കെ വരുമ്പോഴത്തേക്ക് കൂടുതൽ ഗുരുതരമായിട്ടുള്ള രീതിയിൽ ഈ സംഘർഷങ്ങൾ, എല്ലാ തരത്തിലുള്ള സംഘർഷങ്ങൾ എല്ലാവർക്കും വരാൻ സാധ്യതയുണ്ട്. അത് ഞാൻ വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അത് പൊതുവിലുള്ള ഒരു ഇതായിരിക്കും. എന്തായാലും ഇത് നമുക്ക് ഇവിടെ സൂര്യൻ ശത്രുവിനോട് കൂടിയാണ് നിൽക്കുന്നത്. അപ്പോൾ അല്പം സംഘർഷങ്ങൾ അധികരിക്കും എല്ലാവർക്കും. ഓക്കെ, എന്തായാലും അതിൽ തന്നെ രക്ഷപ്പെടാൻ സാധ്യതയുള്ള, അതായത് അസുലഭ സന്ദർഭങ്ങൾ കൈവരുന്ന 3 രാശിക്കാർ. ഈ സൂര്യൻ അനുകൂലമാകുമ്പോൾ എന്തൊക്കെ നേട്ടങ്ങളുണ്ടാവും എന്നുള്ളത് നിങ്ങൾക്കറിയാം. സൂര്യൻ അനുകൂലമാകുമ്പോൾ പ്രധാനമായിട്ടും കർമ്മരംഗം പുഷ്ടിപ്പെടും, തൊഴിൽ ഭാഗ്യങ്ങൾ ഉണ്ടാവും, പിന്നെ പിതൃഗുണം, സന്താന നേട്ടം. ഇത് 3 ആണ് നമ്മൾ ഈ ദിനഫലം പറയുമ്പോൾ പ്രധാനമായിട്ടും പറയുന്നത്. പിന്നെ ഇച്ചിരി ഡീറ്റെയിൽഡായിട്ട് പറയുകയാണെങ്കിൽ സൂര്യൻ അനുകൂലമായിട്ട് വരുമ്പോൾ അത് പൊതുവിലുള്ള ഫലമാണ്. പിന്നെ ഓരോ രാശിക്കും പ്രത്യേകം ഫലങ്ങൾ എക്സ്ട്രാ വരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും തൊഴിൽപരമായിട്ടുള്ള നേട്ടം അതെന്ന് പറയുമ്പോൾ പുതുതായിട്ട് തൊഴിൽ തേടുന്ന ചെറുപ്പക്കാർക്ക് തൊഴിൽ ലഭിക്കാനുള്ള സാധ്യത. അതുപോലെ തന്നെ തൊഴിലുള്ളവർക്ക് തന്നെ ഉദ്യോഗ കയറ്റം കിട്ടാം. പിന്നെ ശമ്പള വർധനവ്, പിന്നെ എന്തെങ്കിലും ആനുകൂല്യങ്ങൾ കിട്ടാനുണ്ടായിരുന്നത് പെട്ടെന്ന് കിട്ടിയെന്ന് വരും. അതുപോലെ തന്നെ മേലധികാരികളുടെ പ്രീതി സമ്പാദിക്കാൻ പറ്റും. ഓക്കെ. പിന്നെ പിതൃഗുണം എന്ന് പറയുമ്പോൾ പിതാവുമായിട്ട് ബന്ധപ്പെട്ട നേട്ടങ്ങൾ എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന ഇതാണ്, നിങ്ങളുടെ പിതാവിനും പിതൃതുല്യരായവർക്കും എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ശമിക്കാനിടയുണ്ട്. പിന്നെ പിതൃസ്വത്ത് കിട്ടാം. അതായത് പിതൃസ്വത്തെന്ന് പൊതുവിൽ പറയുമ്പോൾ നമ്മൾ പൂർവിക സ്വത്ത്, അച്ഛൻ വഴിയോ അല്ലെങ്കിൽ അമ്മ വഴിയോ നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള സ്വത്ത്, വീട് സ്ഥലമായിട്ടോ അല്ലെങ്കിൽ സ്ഥലമായിട്ടോ പുതുതായിട്ട് നിങ്ങളുടെ പേരിൽ വരാൻ ഇടയുണ്ട്. പിന്നെ നേരത്തെ ഇതൊക്കെ കിട്ടിയവർക്ക് ഈ പിതൃസ്വത്തിൽ നിന്ന്, പൂർവിക സ്വത്തിൽ നിന്ന് കൂടുതൽ ആദായം ലഭിക്കും. കൃഷി വഴിയും റിയൽ എസ്റ്റേറ്റ് വഴിയും അങ്ങനെയൊക്കെയുള്ള നേട്ടങ്ങൾ. അല്ലെങ്കിൽ കുറഞ്ഞ വർഷം ആ വസ്തു അല്ലെങ്കിൽ ആ വീടും വസ്തു ലോൺ വെച്ച് കുറച്ച് ലോണൊക്കെ കിട്ടാൻ ഒക്കെ സാധ്യതയുണ്ട്. പിന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ വീട്ടിനടുത്തേക്ക് ഈ സൂര്യൻ മാറുമ്പോൾ, മുമ്പ് ഞാൻ പറയാൻ വിട്ടുപോയതാണ്, അതായത് വീട്ടിൻ്റെ തൊട്ടടുത്ത് ഒരു തൊഴിൽ സ്ഥാപനത്തിൽ നിങ്ങൾക്ക് സ്ഥലം മാറ്റം കിട്ടുകയോ അല്ലെങ്കിൽ തൊട്ടടുത്ത ഏറ്റവും അടുത്ത ഒരു സ്ഥലത്ത് ജോലി കിട്ടിയൊക്കെ ആവും. പിന്നെ
പിതൃഗുണമെന്ന് പറയുമ്പോൾ പിന്നെയൊക്കെ നേട്ടങ്ങളുണ്ട്. അതായത് നിങ്ങളുടെ പൂർവികരുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ വഴി നേട്ടങ്ങളുണ്ടാവാം. അതുപോലെ തന്നെ പിതാവ് ജീവിച്ചിരിക്കുന്നെങ്കിൽ തന്നെ ആ പിതാവിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള അനുഗ്രഹങ്ങൾ, അത് സാമ്പത്തികമായിട്ടുള്ളത് മാത്രമല്ല, എല്ലാ തരത്തിലും നേട്ടങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട്. പിന്നെ സന്താന ഗുണം, കുട്ടികൾ പറക്കാനിടയുണ്ട് ദമ്പതികൾക്ക്. അതല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ ചെറിയ കുട്ടികളാണെങ്കിൽ അവർക്ക് വിദ്യാഭ്യാസപരമായിട്ട് നേട്ടമുണ്ടാവും. അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള നേട്ടമുണ്ടാവും. പിന്നെ മുതിർന്ന സന്താനങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും സാമ്പത്തിക ആയിട്ടുള്ള നേട്ടം ഉൾപ്പെടെ നിരവധി നേട്ടങ്ങൾ നിങ്ങളുടെ മക്കൾ വഴി നിങ്ങൾക്ക് കിട്ടാം. ഓക്കെ, ഇതൊക്കെയാണ് സൂര്യൻ്റെ പ്രധാനപ്പെട്ട അനുഗ്രഹങ്ങൾ. അപ്പോൾ അത് ഏതൊക്കെ രാശിക്കാർക്കാണ് വരുന്നതെന്ന് നോക്കാം. ആദ്യം ഇടവൻ രാശി. ഇടവൻ രാശി എന്ന് പറയുമ്പോൾ കാർത്തിക അവസാന 3 പാദം, രോഹിണി മകയിരം ആദ്യ 2 പാദം. ഇടവൻ രാശിക്ക് 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്താണ് ശനി, ശുക്രൻ, സൂര്യനും കൂടി യോഗം ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇടവൻ രാശിക്കാണ് ഏറ്റവും കൂടുതൽ നേട്ടം ഉണ്ടാകാൻ പോകുന്നത്. സർവ്വവിധ സൗഭാഗ്യം, സർവ്വരംഗങ്ങളിലും നിങ്ങൾക്ക് നേട്ടങ്ങൾ ഉണ്ടാവും. അതായത് ഒന്നാമത് ശനിയും ശുക്രനും യോഗം ചെയ്തു നിൽക്കുന്നു, അതിനോടൊപ്പം സൂര്യനും കൂടെ വരുമ്പോൾ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട്, കർമ്മരംഗവുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ തരത്തിലുള്ള സർവ്വവിധ സൗഭാഗ്യവും ഈ ഇടവൻ രാശിക്ക് എക്സ്ട്രാ ബോണസായിട്ട് കിട്ടും. ഓക്കെ, ഇവർക്ക് ഇത് കൂടാതെ സൂര്യൻ കൂടാതെ വ്യാഴം, ബുധൻ, ചൊവ്വ, ശനി, ശുക്രൻ, പിന്നെ ചന്ദ്രനും കൂടി അനുകൂലമായിട്ട് വരുമ്പോഴത്തേക്ക് അടിപൊളി ഇടിപെട്ട് സൗഭാഗ്യം വരും. അപ്പോൾ അത് ഒരു രാശി. ഏറ്റവും കൂടുതൽ നേട്ടം ഉണ്ടാകുന്നത് ആ രാശിക്കാണ്. പിന്നെ തുലാം രാശി. തുലാം രാശി എന്ന് പറയുമ്പോൾ ചിത്തിര അവസാനം 2 പാദം, ചോതി, വിശാഖം ആദ്യ 3 പാദം. തുലാം രാശിക്ക് 6ാം ഭാവത്തിലാണ് ഈ യോഗം വരുന്നത്. സൂര്യൻ, ശുക്രൻ, ശനി. അതായത് 6ാം ഭാവം സൂചിപ്പിക്കുന്നത് എന്താണ്? ശത്രു, രോഗം, കടം, കേസ്, അപകടം. ഇവിടെ ഒരു 1.5 ഭാവമാണ് ഈ 6ാം ഭാവം എന്ന് പറയുന്നത്. അപ്പോൾ പെട്ടെന്ന് പറയാവുന്ന ഇതാണ്, നിങ്ങളുടെ ശത്രുക്കൾ, തുലാം രാശിക്കാരുടെയും തുലാം ലഗ്നക്കാരുടെയും ശത്രുക്കൾ മിത്രങ്ങളാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരിങ്ങോട്ട് വരും. വിളകൊക്കെ മാറിയിട്ട് ഇവരുടെ മത്സരിച്ചിട്ട് കാര്യമില്ല, ഇവരെ തോൽപ്പിക്കാൻ ഒക്കത്തില്ല എന്നുള്ള ഒരു സാധ്യതയിലേക്ക് അവർ വന്നിട്ട് നിങ്ങളുമായിട്ട് കൂട്ടുകൂടാൻ വരും. അങ്ങനെ വരുമ്പോൾ നമ്മൾ മുഖം കറുപ്പിച്ച് നിൽക്കേണ്ട കാര്യമൊന്നുമില്ല, അവരെ സ്വീകരിക്കാം. ഓക്കെ, അതുപോലെ തന്നെ രോഗങ്ങൾ വല്ലതും നിങ്ങൾക്കുണ്ടെങ്കിൽ അത് ശമിക്കാനുള്ള സാധ്യത. അതുപോലെ തന്നെ കടങ്ങൾ, സാമ്പത്തിക കടങ്ങൾ. ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 90% മലയാളി കുടുംബങ്ങളും കടക്കെണിയിലാണ്. അത് 100% ആവും താമസിയാതെ. അങ്ങനെയുള്ള കടങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഒരു വലിയ ഗണ്യമായ രീതിയിൽ നിങ്ങൾക്ക് ആ കടം വീട്ടാനാവും. ഓക്കെ, പിന്നെ കേസ് വഴക്കുകളൊക്കെ വല്ലതും ഉണ്ടെങ്കിൽ അതൊക്കെ രമ്യതയിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായിട്ടോ വരും. പിന്നെ അപകടങ്ങളൊക്കെ ഒഴിഞ്ഞു പോകും. അപകടം എന്ന് പറഞ്ഞാൽ ഒരുപാട് തരത്തിലുള്ള അപകടങ്ങളുണ്ട്. അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് കഷ്ടിച്ചങ്ക ഉള്ള രീതിയിലായാലും രക്ഷപ്പെടാൻ പറ്റും. അത് ഈ തുലാം രാശിക്കാർക്ക് സ്പെഷ്യൽ ബോണസായിട്ട് കിട്ടുന്നതാണ്. ഇത് കൂടാതെ മകരം രാശി. ഉത്രാടം അവസാനം 3 പാദം, തിരുവോണം, അവിട്ടം ആദ്യ 2 പാദം. മകരം രാശിക്ക് 3ാം ഭാവത്തിലാണ് ഈ 3 ഗ്രഹങ്ങൾ ഒന്നിച്ചു കൂടുന്നത്. സൂര്യൻ പ്രധാനമായിട്ടും, ശനി നേരത്തെ ഉണ്ടായിരുന്നു, ശുക്രനും
ഈ കഴിഞ്ഞ 2-ാം തീയതി മറ്റോ അനുകൂലമായിട്ട് അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ 3-ാം ഭാവം സൂചിപ്പിക്കുന്നത് എന്താണ്? കുടുംബം, മനസ്സ്, സഹോദരൻ അല്ലെങ്കിൽ സഹോദര തുല്യരായിട്ടുള്ള സുഹൃത്തുക്കൾ. ഈ രംഗങ്ങളിലാണ് ഇവർക്ക് സ്പെഷ്യൽ ബോണസ് കിട്ടുന്ന മകരം രാശിക്ക്. ആദ്യം പറഞ്ഞ സൂര്യൻ്റെ അനുഗ്രഹങ്ങൾക്ക് പുറമേ എക്സ്ട്രാ ബോണസായിട്ടാണ് ഇവർക്ക് ഇത് കിട്ടുന്നത്. അപ്പോൾ മകരം രാശിക്കും തുലാം രാശിക്കും ഇടവൻ രാശിക്കും മാത്രമല്ല, വെളിച്ചം ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം, സർവവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ച് തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം, ശുഭദിനം.